നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കേന്ദ്ര പാർലമെന്ററി ബോർഡ് വ്യാഴാഴ്ച ദില്ലിയിൽ ചേരും. 45 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം കൈമാറിയിട്ടുണ്ട്. മത്സരിക്കുന്നില്ല എന്ന നിലപാട് അറിയിച്ച കുമ്മനം രാജശേഖരൻ, MT രമേശ് എന്നിവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. സംസ്ഥാന നേതൃത്വം കൈമാറിയ പട്ടികയും കേന്ദ്രം സ്വന്തം നിലയ്ക്ക് നടത്തിയ സർവേയിൽ കണ്ടെത്തിയ പേരുകളും തമ്മിൽ താരതമ്യം ചെയ്തായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുക. 45 സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ മത്സരിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാഞ്ഞിരപ്പള്ളിയിൽ കളത്തിറക്കും. മുൻ അധ്യക്ഷന്മാരിൽ വി മുരളീധരൻ കഴക്കൂട്ടത്തും PK കൃഷ്ണദാസ് കാട്ടാക്കടയിലും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ MT രമേശ് മത്സരത്തിന് തയ്യാറായിട്ടില്ല. തൃശൂരിൽ പത്മജ വന്നതോടെ കളം വിട്ടതാണ് MT രമേശ്. ആറന്മുളയും കോഴിക്കോടും MT രമേശിന് മുന്നിൽ ഓപ്ഷനുണ്ട്. കുമ്മനം രാജശേഖരനും മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും. അനൂപ് ആന്റണി തിരുവല്ലയിലും. സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ P സുധീർ ആറ്റിങ്ങലും കൃഷ്ണകുമാർ മലമ്പുഴയിലും K അനീഷ് മണലൂരിലും സ്ഥാനാർത്ഥികളാകും. ജില്ലാധ്യക്ഷന്മാരിൽ സന്ദീപ് അജസ്പതി ചെങ്ങന്നൂരും ML അശ്വിനി കാസർകോടും മത്സരിക്കും. പാലക്കാട് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവന് മത്സരിക്കാൻ നെന്മാറ BDJS വിട്ടു നൽകാത്തതാണ് പ്രതിസന്ധി. ഷോൺ ജോർജ് പാലായിലും PC ജോർജ് പൂഞ്ഞാറിലും സജീവമായി കഴിഞ്ഞു. ഒറ്റപ്പാലത്തെ മേജർ രവിയാണ് താരം. മറ്റു ചില താരങ്ങൾ കൂടി മത്സരരംഗത്ത് സർപ്രൈസ് എൻട്രി നടത്തിയേക്കും. ഘടകകക്ഷികളിൽ 20-20 10 സീറ്റിൽ മത്സരിക്കും. BDJSന് 15 സീറ്റ് നൽകും. ഘടകകക്ഷികളുമായുള്ള ചർച്ച നാളെ പൂർത്തിയാക്കും. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.